നമ്മുടെ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഭരത് ചന്ദ്രൻ എഴുതിയ പുസ്തകമായ ദ ഐലൻഡ് ആണ് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഇതിനായി ഭരത് ചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ ബാബുരാജ് സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ രവി പുലയനൂർ സാറിനെയും ക്ഷണിക്കുന്നു. ലഘുപ്രസംഗങ്ങളുടെ പുസ്തകം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അഭിലാഷ് സാറിന്റെ പിതാവും അധ്യാപകനുമായ പ്രകാശ് എം വെട്ടൻ സാർ സംഭാവന ചെയ്തിട്ടുണ്ട്. പുസ്തകം നൽകുന്നതിനായി അഭിലാഷ് സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ജോ സാറിനെയും ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയ വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എടമറ്റ രക്തപ്പൻ സാറിന്റെ സമ്പൂർണ്ണ കൃതികളുടെ 2 വാല്യങ്ങൾ നമ്മുടെ മർഫി സ്കൂളിന് നൽകുന്നതിന് വേണ്ടി ബാബുരാജ് സാറിനെ ക്ഷണിക്കുന്നു. ബാബുരാജ് സാറ് ഹെഡ്മാസ്റ്റർ ജോസ് സാറിന് നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂളിന് ആ 2 പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഏകദേശം അവസാനിച്ചു. ഈ അവസരത്തിൽ 2 വാക്കിന്റെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രവി പുലിന്നൂർ സാറിന്റെ പുസ്തകങ്ങൾ രാഷ്ട്രീയ ഫലിതങ്ങൾ, പിറന്നാൾ സമ്മാനം, മോഹനചന്ദ്രൻ മിണ്ടുന്നില്ല, ശ്രീകാളഹസ്തി മുതൽ ധനുഷ്കോടി വരെ എന്ന 4 പുസ്തകങ്ങളും നമ്മുടെ സ്കൂളിന് രവി പുലിന്നൂർ സാറ് ജോസ് സാറിന് നൽകി സംഭാവന ചെയ്തു. ഏറ്റവും അവസാനം 2 വാക്ക് ഞാൻ സംസാരിച്ചു പോകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മർഫി സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ഒരു സമയമാണ്. നമ്മുടെ പാലാ സഹൃദയ സമിതിയുടെ പ്രസിഡന്റായിട്ടുള്ള രവി സാറും, അതുപോലെ തന്നെ എടമറ്റ രക്താപൻ സാറിന്റെ മരുമകനായിട്ടുള്ള ബാബുരാജ് സാറ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പെൻഷനായ വ്യക്തിയാണ്. അതെ, നമ്മുടെ സ്കൂളിലെത്തി. അവർ 2 പേരും എത്തി, നമ്മളോട് സംവദിച്ചു. ഈ സമയങ്ങൾ വളരെ സന്തോഷം നൽകിയ സമയമാണ്. കാരണം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വായന കുറച്ചുകൂടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. പക്ഷേ എനിക്കറിയാം ഇവിടെയുള്ള പല വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന രവി സാറിനും അതുപോലെ തന്നെ ബാബുരാജ് സാറിനും എന്റെ വ്യക്തിപരമായ സ്കൂളിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഔദ്യോഗിക കാര്യങ്ങൾക്കായി സാറിന് മൈക്ക് കൈമാറും. നന്ദിയുടെ ഒരു വാക്ക്. കുട്ടികളെല്ലാവരും സംസാരിക്കാതെ ശ്രദ്ധിച്ച് ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ പ്രോഗ്രാം തീരും. ബഹുമാനപ്പെട്ട നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോസ് സാറ്, ഇന്ന് നമ്മുടെ സ്കൂളിൽ സാഹിത്യ വർത്തമാനം പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട രവി പുലിന്നൂർ സാറ്, ശ്രീ ബാബുരാജ് സാറ്, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ അഭിലാഷ് സാറ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം ജൂൺ 19 ശ്രദ്ധിച്ചേ, ഇന്ന് കുറേയധികം GK ഒക്കെ നിങ്ങൾ പഠിച്ച ദിവസമാണ്. ജൂൺ 19 വായനാ ദിനമാണ്. ഗ്രന്ഥശാല സ്ഥാപകനായ PN പണിക്കരുടെ ചരമദിനം നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ വളരെ മനസ്സിലാക്കി. നമുക്കറിയാം അറിവുകൊണ്ട് മാത്രമേ ഈ ലോകത്തെ നമുക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. അറിവും സ്നേഹവും ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തെ നേടാനായിട്ട് പറ്റും എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്ക് കടന്നുപോയ ഒരു ദിവസമാണ്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമുക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് നമ്മുടെ ഈ മർഫി സ്കൂളിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട രവി പുലിയന്നൂർ സാറും ബാബുരാജ് സാറും വളരെ സന്തോഷത്തോടെ അവരുടെ അനുഭവങ്ങളും ജീവിത ചിന്തകളും ഒക്കെ അവര് നമുക്ക് പറഞ്ഞു തന്നു. കുട്ടികളായ നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്.
അവരുടെ തിരക്കുകൾക്കിടയിൽ നമ്മളോട് കാണിച്ച ഈ സ്നേഹത്തിനും നിങ്ങളോട് കാണിച്ച വാത്സല്യത്തിനും അതോടൊപ്പം തന്നെ ഇന്ന് ഈ ബഹുമാനപ്പെട്ട രവി പുലിയന്നൂർ സാറിനെയും ബാബുരാജ് സാറിനെയും നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിക്കാൻ വേണ്ട മുൻകൈ എടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ജോസ് സാറാണ്. സാറ് നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നല്ല നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിലെ മറ്റ് പല സ്കൂളിലും ഇതുപോലെ ഈ ഫുട്ബോൾ മത്സരങ്ങളോ അല്ല ഇതുപോലുള്ള അതർ ആക്ടിവിറ്റീസോ ഒന്നും മറ്റ് സ്കൂളുകളിലൊന്നുമില്ല. ആ സമയത്ത് കറക്റ്റായിട്ട് സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ പഠനത്തെ നിങ്ങളുടെ മാനസികമായ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാറ് കാണിക്കുന്ന ആ വലിയ നിങ്ങളോടുള്ള സ്നേഹത്തെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. സാറിനും നമ്മുടെ ജെ മർഫി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് എൻ്റെ സന്നിഹിതനായിരിക്കുന്ന അഭിലാഷ് വെട്ടം സാറ് പരിചിതനാണ്, നമുക്ക് പ്രിയപ്പെട്ടവനാണ്. സാറാണ് നമ്മളെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ബാബുരാജ് സാറിനെയും രവി പുലിയന്നൂർ സാറിനെയും ക്ഷണിച്ചത്. സാറിന് നമ്മുടെ ഹൈസ്കൂൾ സെക്ഷനോടുള്ള സ്നേഹവും നമ്മുടെ ഈ സ്കൂളിനോടുള്ള ആത്മാർത്ഥതയും ഒക്കെയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് മുൻകൈ എടുക്കാനായിട്ട് സാറിനെ പ്രേരിപ്പിക്കുന്നത്. സാറിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് എല്ലാ സഹകരണങ്ങളും തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരുണ്ട്. അതിലെല്ലാവരും ഈ പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ രക്തപ്പൻ സാറിൻ്റെ സമ്പൂർണ്ണകൃതി 3-ാം ഓഡിയത്തിലെ രക്തപ്പൻ സാറിനെ കുറിച്ചൊരു അനുസ്മരണം നമ്മുടെ രക്തം സാറ് സാർ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്നത് ഖലീൽ ബ്രാൻഡ് എന്ന് പറയുന്ന മഹാനെ കുറിച്ച് അറിയാനും ഒരു പ്രചോദനമായത് രക്തപ്പൻ സാർ എഴുതിയ ബുക്കിൽ നിന്നാണ് കിട്ടിയതെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി അടുത്ത ഒരു ഓഡിയോ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതിന് എഴുതാൻ അവസരമുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് എഴുതിയ അഭിലാഷ് സാറിനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിലാഷ് സാറിൻ്റെ ആ പേജെങ്കിലും ഏറ്റവും കുറഞ്ഞത് എല്ലാവരും വായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ്.